ബാംഗ്ലൂർ നഗരത്തിലെ പെരുന്നാളാഘോഷം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. കുട്ടികൾക്ക് സ്കൂളിനും കോളേജിനും അവധിയുള്ളതുകൊണ്ട്, അതുപോലെ രക്ഷിതാക്കൾക്ക് ഓഫീസിലും ഫാക്ടറികളിലും ഹോളിഡേ ആയതുകൊണ്ടും പെരുന്നാൾ ദിവസം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേരുകയും ആഘോഷമാക്കി മാറ്റുകയും ചെയ്യും. ബാംഗ്ലൂരിലെ പെരുന്നാളിന് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്ന വേർതിരിവില്ല. എല്ലാവർക്കും ഹോളിഡേ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കും. പെരുന്നാളിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രത്യേകമായ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും ഭക്ഷ്യമേളകളിലും ജാതിയും മതവും നോക്കാതെ എല്ലാവരും ഒരുമിച്ചാണ് പങ്കെടുക്കുന്നത്. ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗമായ രാജാജി നഗറിൽ മനോഹരമായ ഒരു പെരുന്നാൾ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും പെരുന്നാൾ ആഘോഷം കഴിയുന്നതോടെ ഈ കടകൾ പൊളിച്ചു മാറ്റുകയും അവിടെ കലാപരിപാടികൾ നടത്തുകയും വർഷത്തിൻ്റെ പല സമയങ്ങളിലും പലതരത്തിലുള്ള തീമുകളിലാണ് ഇവിടെ ഷോപ്പിംഗ് ഏരിയകൾ സജ്ജീകരിക്കുന്നത്. ക്രിസ്മസിന് വ്യത്യസ്തമായ ഒരു തീമിലും ഇവിടെ കടകൾ അലങ്കരിക്കാറുണ്ട്. രാജാജി നഗറിലെ ഡി ഫുട്പാത്ത് ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. കൽക്കട്ട റോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എഗ് റോൾസ് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു ഭക്ഷ്യവിഭവമാണ്. മൈദയും ആട്ടയും കൊണ്ടുണ്ടാക്കിയ ഒരു ചപ്പാത്തിയിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് തിരിച്ചും മറിച്ചും വേവിച്ചെടുത്ത് റോളാക്കുന്നതാണ് കൽക്കട്ട കാട്ടി റോൾസ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ പലതരം ഫ്രൂട്ട് സാലഡുകളും ഇവിടെ ലഭ്യമാണ്. റെസ്റ്റോറൻറ്റുകളെക്കാൾ വളരെയധികം വിലക്കുറവ് ഈ ഫുഡി ഫുട്പാത്തിൽ ലഭിക്കുന്നുണ്ട്. ബദാം ഷേക്ക് പോലെയുള്ള ജ്യൂസ് ഐറ്റംസും ഇവിടെ ധാരാളമായി ജനപ്രീതി നേടിയിട്ടുണ്ട്. വടാപ്പാവ് ഉണ്ടാക്കുന്ന കടയിലും വലിയ ഒരു ആൾക്കൂട്ടത്തെ കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ചെലവ് ചുരുങ്ങിയ സ്നാക്കായി വടാപ്പാവ് അറിയപ്പെടുന്നു. 15 രൂപ മുതൽ 60 രൂപ വരെയാണ് വടാപ്പാവുകൾക്ക് വ്യത്യസ്തമായ തട്ടുകടകളിൽ ഈടാക്കുന്നത്. ബോംബെയിൽ നിന്ന് കടം വാങ്ങിയ ഈ പലഹാരം ഇപ്പോൾ ബാംഗ്ലൂർക്കാരുടെ പ്രിയപ്പെട്ട ഈവനിങ് സ്നാക്കായി മാറിയിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ സ്വീറ്റ് കോൺ വിൽക്കുന്ന കടകളും ഉന്തുവണ്ടികളും ധാരാളമുണ്ട്. ഇന്ത്യൻ സ്വീറ്റ് കോൺ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ദേശസ്നേഹികളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് അമേരിക്കൻ എന്ന വാക്ക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജനപ്രീതി ആകർഷിക്കുന്നത് പാനിപൂരി സ്റ്റാളാണ്. എപ്പോഴും വലിയ ആൾക്കൂട്ടമാണ് പാനിപൂരി സ്റ്റാളിൽ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പാനിപൂരിയോടാണ് പ്രത്യേകമായ നോട്ടം. മോമോസ് വിൽക്കുന്ന കടയിലും ധാരാളം ഡിമാൻഡ് വരുന്നുണ്ട്. ഒരു സെറ്റ് മോമോസിന് 60 രൂപയാണ് ഈടാക്കുന്നത്. ആരോഗ്യത്തിൽ ശ്രദ്ധയുള്ളവർ പുഴുങ്ങിയ മോമോസും ആരോഗ്യത്തിൽ അശ്രദ്ധയുള്ളവർ പൊരിച്ച മോമോസും വാങ്ങിക്കുന്നു. ചിക്കൻ മോമോസും വെജിറ്റബിൾ മോമോസും ലഭ്യമാണ്. കൂടുതലും ഉത്തരേന്ത്യക്കാരാണ് മോമോസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നേപ്പാളികളും ഉത്തരാഖണ്ഡുകാരും ഭൂട്ടാൻകാരും വ്യത്യസ്തമായ രീതിയിൽ മോമോസ് ഉണ്ടാക്കി അവതരിപ്പിക്കുന്നു. രാജാജി നഗറിലെ ഫുഡി ഫുട്പാത്തിൽ എത്തണമെങ്കിൽ മെട്രോ വഴി വരുന്നതാണ് ഏറ്റവും എളുപ്പം. സാൻഡൽ സോപ്പ് ഫാക്ടറി എന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അല്പം പോലും നടക്കാതെ നേരിട്ട് ഫുഡി ഫുട്പാത്തിൽ പ്രവേശിക്കാൻ പറ്റും. എക്സിറ്റ് എ എന്ന ഗേറ്റ് തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുഡി ഫുട്പാത്തിൻ്റെ അങ്ങേയറ്റം ഓറിയോൺ മാളിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ ധാരാളം ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് ആൾക്കൂട്ടത്തെ നിരീക്ഷിക്കുന്നത് ബാംഗ്ലൂർക്കാരുടെ ഒരു ഹോബിയാണ്. അമേരിക്കയിലും യൂറോപ്പിലും നടന്നു പോകുന്ന ആളുകളെ നിരീക്ഷിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്ന ഒരു സംസ്കാരം നിലവിലുണ്ട്. എങ്കിലും കേരളത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ വായിൽ നോക്കികൾ എന്ന് പറഞ്ഞ് കളിയാക്കുവാൻ സാധ്യതയുണ്ട്. ആളുകളെ വീക്ഷിക്കുന്നതും അവരുടെ സംസ്കാരം പഠിക്കുന്നതും മതിപ്പോടുകൂടി ജനപ്രവാഹം വീക്ഷിക്കുന്നതും ഒരു നല്ല ക്വാളിറ്റിയായി യൂറോപ്യൻ സംസ്കാരത്തിൽ എടുത്തു പറയുന്നു. ഫ്രാൻസിലെ പല റെസ്റ്റോറൻറ്റുകളും റോഡരികിൽ കസേരകളിട്ട് സീറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആളുകളെ വീക്ഷിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനാണ്. ഓറിയോൺ മാളിന്റെ പുറകുവശത്തുള്ള തടാകം ഫാമിലിയായി സന്ദർശിക്കുവാൻ പറ്റിയ സ്ഥലമാണ്. തടാകക്കരയിൽ ഇരിക്കുകയും കാറ്റുകൊള്ളുകയും ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഒരു പതിവ് വിനോദമായി മാറിയിട്ടുണ്ട്. സെൽഫി എടുക്കുവാനും പറ്റിയ സ്ഥലമായി ഓറിയോൺ ലേക്ക് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ സ്പീഡ് ബോട്ട് സർവീസ് ഉള്ളതുകൊണ്ട് ധാരാളം ആളുകൾ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുവാനും അതിനേക്കാൾ കൂടുതൽ ആളുകൾ അത് വീക്ഷിക്കുവാനും താല്പര്യം കാണിക്കുന്നുണ്ട്. ഹാട്ടി കാപ്പി എന്ന റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരു ഫുഡ് സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ട്. ചായയും കടിയും കൂടി 300 രൂപ വേണ്ടിവരും. എങ്കിലും തടാകക്കരയിലിരുന്ന് ചായ കുടിക്കുന്ന എക്സ്പീരിയൻസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. തടാകക്കരയുടെ തൊട്ടടുത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന ഓഫീസ് കോംപ്ലക്സ് കാണുവാൻ പറ്റും. ഇതിനു മുമ്പിലുള്ള ഇരിപ്പിടങ്ങൾ വളരെ പോപ്പുലറായി മാറിയിട്ടുണ്ട്. സന്ദർശകർ വരുന്നതും വാഹനത്തിൽ നിന്നിറങ്ങി അകത്തേക്ക് പ്രവേശിക്കുന്നതും കാണുന്ന സ്ഥലമാണ് ഈ ഭാഗം. ഇവിടെ ഇരുന്നാൽ ഷെറാട്ടൺ എന്ന 5 സ്റ്റാർ ഹോട്ടലും വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ഓഫീസുകളുമാണ് എപ്പോഴും കാണുവാൻ പറ്റുക. ഇവിടെ നിന്ന് യശ്വന്ത്പൂരിലേക്ക് നേരിട്ട് ഒരു റോഡുമുണ്ട്.
വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരിക്കുകയും തടാകത്തിലേക്ക് വരുന്ന ആളുകളെ വീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു ഹോബിയായി മാറിയിട്ടുണ്ട്. ചെറിയ കുട്ടികളെയും കൊണ്ടാണ് കൂടുതൽ ആളുകളും ഈ ഭാഗത്ത് എത്തിച്ചേരുന്നത്. കാരണം കുട്ടികൾക്ക് സ്വന്തമായി ഒരു ടോയ് ട്രെയിൻ ഇവിടെ ഓടിക്കുന്നുണ്ട്. വിശാലമായ ഈ കോട്ടയാട് ഓറിയോൺ മാളിന്റെ ഒരു അട്രാക്ഷനായി മാറിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ കോട്ടയാടിന്റെ പല ഭാഗങ്ങളിൽ മനോഹരമായ റെസ്റ്റോറൻറ്റുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഗെയ്സ്റ്റ് ബ്രൂയിങ് റെസ്റ്റോറൻറ്റ് നല്ല ആംബിയൻസും നല്ല ഇൻറ്റീരിയർ ഡെക്കറേഷനുമുള്ള ഒരു എക്സ്പെൻസീവ് റെസ്റ്റോറൻ്റാണ്. അതുപോലെ യൂമി റെസ്റ്റോറൻറ്റും തനതായ ഡെക്കറേഷൻ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ബർമ റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. വളരെ ചെലവ് കൂടിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ബർമ റെസ്റ്റോറൻറ്റ്. ടോസ്കാനോ റെസ്റ്റോറൻറ്റും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എക്സ്പെൻസീവായ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ടോസ്കാനോയും. അതിന് തക്കതായ ആംബിയൻസും ഇവിടെയുണ്ട്. സ്റ്റാർബക്ക് പോലെ അന്താരാഷ്ട്ര നിലവാരമുള്ള റെസ്റ്റോറൻറ്റുകളും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. വളരെ എക്സ്പെൻസീവായ റെസ്റ്റോറൻ്റാണ് സ്റ്റാർബക്ക് എന്നുള്ളതുകൊണ്ട് ഇവിടെയുള്ള കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല. അത്രയധികം പണം ചെലവഴിക്കാൻ കഴിവുള്ളവർ ബാംഗ്ലൂരിൽ ധാരാളമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓറിയോൺ മോളിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ മനോഹരമായ ഒരു ഫുഡ് കോർട്ട് കാണുവാൻ പറ്റും. 45ഓളം ചെറിയ സ്റ്റാളുകൾ ഈ ഫുഡ് കോർട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വാച്ച് ചിക്കൻ പോലെയുള്ള സ്റ്റാളുകൾ ജനപ്രീതി നേടിക്കഴിഞ്ഞു. അതുപോലെ ടാക്കോ ബെൽ പോലെയുള്ള മെക്സിക്കൻ സ്റ്റാളുകളും ഇവിടെയുണ്ട്. കഫേ നോയർ പോലെയുള്ള സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. കബാബ്ജി പോലെയുള്ള അറേബ്യൻ ഫുഡ് കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകളിലും നല്ല തിരക്കുണ്ട്. തുർക്കി ഭക്ഷണവും ഇവിടെ ലഭിക്കും. പോപ്പീസ് പോലെയുള്ള അമേരിക്കൻ ഫുഡ് സ്റ്റാളുകളും ഇവിടെയുണ്ട്. അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനത്തിൽ നിന്നുള്ള ചിക്കൻ പ്രിപ്പറേഷനാണ് ഇവിടെ നൽകുന്നത്. രാജാജി നഗറിൽ നല്ല ട്രാഫിക് ഉണ്ട്. കാരണം ഇവിടെ ഫുഡി ഫുട്പാത്തിന് പുറമെ ലോകപ്രശസ്തമായ ഹരേ കൃഷ്ണ ക്ഷേത്രവുമുണ്ട്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന സംഘടനയാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ചെറുപ്പക്കാർക്ക് മാത്രമേ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അത്രയധികം പടികൾ മേലോട്ട് കയറേണ്ടതുണ്ട്. എങ്കിലും പ്രായമുള്ളവരും പ്രയാസപ്പെട്ട് ഈ ക്ഷേത്രത്തിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വളരെ വലിയ ഒരു ഫുഡ് കോർട്ടുണ്ട്. 60ഓളം സ്റ്റാളുകളുള്ള ഈ ഫുഡ് കോർട്ടിൽ അല്പം ചെലവ് കൂടിയ രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സൗജന്യമായ ഭക്ഷണം വേറെയും കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാ ഫുഡ് സ്റ്റാളുകളും കണ്ടതിന് ശേഷം മാത്രമേ അവിടെ എത്തിച്ചേരുവാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലാണ് അവിടുത്തെ സന്ദർശകരുടെ നിയന്ത്രണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കൃഷ്ണ ക്ഷേത്രത്തിലെ ഫുഡ് കോർട്ടിൽ നിന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് വലിയ ലാഭം കിട്ടുന്നുണ്ട് എന്ന് വേണം ഊഹിക്കുവാൻ. എങ്കിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ സൗജന്യമായിട്ടാണ് ഇവരുടെ ക്ഷേത്രങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നത്. ഒരുപക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കുന്ന ലാഭമായിരിക്കാം ഇവർ മറ്റു നഗരങ്ങളിൽ ചെലവഴിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം കൊടുക്കുവാനും ഹരേ കൃഷ്ണക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. മനോഹരമായ ഓറിയോൺ മാളും അതിനേക്കാൾ മനോഹരമായ ഓറിയോൺ കോട്ടയാടും ഓറിയോൺ തടാകവും ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിക്കഴിഞ്ഞു.